കേരള കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച അലസിപ്പിരിഞ്ഞു. പൂഞ്ഞാർ കുട്ടനാട് സീറ്റുകൾ വിട്ടു നൽകില്ലെന്നും കേരള കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. മാണി ഗ്രൂപ്പിന് അധിക സീറ്റ് നൽകാൻ കഴിയില്ലെന്ന് കോൺഗ്രസും അറിയിച്ചു. അതേ തുടർന്നാണ് ചർച്ച അലസിപ്പിരിഞ്ഞത്. അതിനിടെ ഇരവിപുരത്തിന് പകരം കുന്നമംഗലവും തവനൂരും നൽകണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവുമായി നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടു. വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, വിശദാംശങ്ങൾ. സൗമ്യ, 3 സീറ്റുകൾ എന്ന മുൻ തീരുമാനത്തിൽ നിന്നും 3 സീറ്റുകൾ അധികമായി വേണമെന്ന മുൻ തീരുമാനത്തിൽ നിന്നും കേരള കോൺഗ്രസ് മാണി വിഭാഗം പുറകോട്ട് പോയിട്ടുണ്ട്. എന്നാൽ നിലവിൽ മത്സരിക്കുന്ന 15 സീറ്റുകൾക്കൊപ്പം 1 സീറ്റ് അധികമായി വേണം എന്ന് ശക്തമായി ആവശ്യപ്പെടാനായിരുന്നു മാണി ഗ്രൂപ്പിന്റെ തീരുമാനം. പെരുമ്പാവൂർ, പുനലൂർ, റാന്നി ഇവയിൽ ഏതെങ്കിലും ഒന്ന് ലഭിക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഇതിന് മുഖം തിരിച്ചതോടെ ചർച്ച പൂർണ്ണമായും വഴിമുട്ടി. ഇതോടെ മന്ത്രി PJ ജോസഫിന്റെ വീട്ടിൽ ചേർന്ന കേരള കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം അതിനുശേഷം ചേർന്നു. യോഗത്തിന് ശേഷം പുറത്തെത്തിയ KM മാണി കോൺഗ്രസിന്റെ നിലപാടിൽ കടുത്ത അസംതൃപ്തിയും ആണ് രേഖപ്പെടുത്തിയത്. ഒപ്പം അദ്ദേഹം കടുത്ത ക്ഷുഭിതനായിരുന്നു. പൂഞ്ഞാറും കുട്ടനാടും എന്ന് പറയുന്നത് കേരള കോൺഗ്രസിന്റെ ചങ്കും കരളുമാണ്. അതാരെങ്കിലും ചോദിച്ചാൽ എടുത്തു കൊടുക്കാനാവില്ല എന്നായിരുന്നു മാധ്യമപ്രവർത്തകർ പൂഞ്ഞാറും കുട്ടനാടും കോൺഗ്രസിന് വിട്ടുകൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് മറുപടിയായി പറഞ്ഞത്, കോൺഗ്രസ് തങ്ങളുടെ സീറ്റിൽ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയാണെങ്കിൽ തങ്ങളും അത്തരത്തിൽ തീരുമാനിക്കുമെന്നും KM മാണി വ്യക്തമാക്കി. 1 സീറ്റ് കിട്ടിയേ തീരൂ എന്ന മുൻ നിലപാടിൽ നിന്നും യാതൊരു മാറ്റവുമില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ജേക്കബ് വിഭാഗവുമായും കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തിയെങ്കിലും ആ ചർച്ചയും അലസിപ്പിരിഞ്ഞു. ഇനി ദില്ലിയിൽ നിന്നും നേതാക്കൾ മടങ്ങിയെത്തിയ ശേഷമായിരിക്കും കേരളത്തിൽ ചർച്ചകൾ പുരോഗമിക്കുക. ഒപ്പം മുസ്ലിം ലീഗുമായി ഇക്കാര്യത്തിലുള്ള ഒരു ആശയവിനിമയം ഇക്കാര്യത്തിൽ നടക്കുന്നുണ്ട്. ഇരവിപുരം സീറ്റിന് പകരം കുന്ദമംഗലമോ അല്ലെങ്കിൽ തവനൂരോ വേണമെന്നതാണ് ലീഗിന്റെ നിലപാട്. കോൺഗ്രസ് ഘടകകക്ഷികളും എല്ലാവരും അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നതോടുകൂടിയാണ് ഇപ്പോൾ ചർച്ചകൾ ആകെ വഴിമുട്ടിയിരിക്കുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിനായി മുഖ്യമന്ത്രിയും KPC പ്രസിഡന്റും രമേശ് ചെന്നിത്തലയും ദില്ലിക്ക് തിരിച്ചതോടുകൂടി ഇനി ദില്ലിയിലായിരിക്കും മറ്റ് ചർച്ചകൾ ഉണ്ടാകുക. ഒപ്പം തിരിച്ചു വന്നതിന് ശേഷം ബാക്കിയുള്ള ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ വീണ്ടും നടക്കുകയും ചെയ്യും. സൗമ്യ, ജീവനാണ് വിവരങ്ങൾ നൽകിയത്. കുട്ടനാട്, പൂഞ്ഞാർ സീറ്റുകൾ കേരള കോൺഗ്രസിന്റെ ചങ്കും കരളുമാണെന്ന് KM മാണി. 2 സീറ്റും കോൺഗ്രസിന് കൊടുക്കുന്ന പ്രശ്നമില്ലെന്നും KM മാണി. 1 സീറ്റ് കൂടി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും മാണി. കഴിഞ്ഞില്ല, ചർച്ച തുടരും. കഴിഞ്ഞില്ല, ഇപ്പൊ ഒന്നും പറയാനില്ല. സീറ്റ് വിഭജനം സംബന്ധിച്ച് CPIM വിവിധ ഘടകകക്ഷികളുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ ഏകദേശ ധാരണ. ജനാധിപത്യ കേരള കോൺഗ്രസ് 4 സീറ്റിൽ മത്സരിക്കും. 5ാമത് സീറ്റിനെ സംബന്ധിച്ച് LDFൽ ചർച്ച ചെയ്യും. ജനതാദൾ S 6 സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. സീറ്റുകൾ സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ CPI എക്സിക്യൂട്ടീവ് തിരുവനന്തപുരത്ത് തുടരുകയാണ്. LDF യോഗം 2:30-ക്ക് AKG സെന്ററിൽ ചേരും. വിവരങ്ങളുമായി ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, വിശദാംശങ്ങൾ. സൗമ്യ, സീറ്റ് വിഭജനം സംബന്ധിച്ച് LDFിലെ ഘടകകക്ഷികളുമായി CPM ഇന്ന് നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ ഏകദേശ ധാരണയിൽ എത്തിയിട്ടുണ്ട്. ജനതാദൾ S 5 സീറ്റുകളിൽ മത്സരിക്കാൻ നേരത്തെ ധാരണയായിരുന്നു. എന്നാൽ 6ാമത് സീറ്റ് സംബന്ധിച്ചുള്ള കാര്യത്തിൽ തീരുമാനം ആയിട്ടില്ല. 6 സീറ്റ് വേണം എന്നുള്ള നിലപാടിലാണ് ജനതാദൾ S ഉള്ളത്. ഉച്ചയ്ക്ക് ശേഷം LDF യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള കാര്യം വീണ്ടും ചർച്ചയ്ക്ക് വരും. അതോടൊപ്പം ജനാധിപത്യ കേരള കോൺഗ്രസ് ഫ്രാൻസിസ് ജോർജ് വിഭാഗം 4 സീറ്റിൽ മത്സരിക്കാനാണ് ഇപ്പോൾ ഏകദേശ ധാരണയിൽ എത്തിയിട്ടുള്ളത്. ഇടുക്കി, കോതമംഗലം, തിരുവനന്തപുരം, കടുത്തുരുത്തി അടക്കമുള്ള മണ്ഡലങ്ങളിലായിരിക്കും ഇവർ മത്സരിക്കുക. പൂഞ്ഞാർ സീറ്റ് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. ഇക്കാര്യവും LDF യോഗത്തിൽ ചർച്ചയ്ക്ക് വരും. അതേസമയം കേരള കോൺഗ്രസ് എസുമായുള്ള ചർച്ചയിൽ ധാരണയിൽ എത്തിയിട്ടില്ല. കണ്ണൂർ സീറ്റാണ് നൽകാമെന്ന് CPM നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് കറിയ തോമസ് വിഭാഗവുമായി ഇന്ന് നടത്തിയ ചർച്ചയിൽ 1 സീറ്റ് നൽകാം എന്ന ധാരണയിൽ എത്തിയിട്ടുണ്ട്. അത് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ധാരണയിൽ എത്തിയിരുന്നു. എന്നാൽ തിരുവനന്തപുരം സീറ്റ് വേണമെന്നുള്ള നിലപാടിലാണ് സുരേന്ദ്രൻ പിള്ള ഉള്ളത്. അതേസമയം കടുത്തുരുത്തി സീറ്റ് നൽകാം എന്ന ഒരു നിലപാടിലാണ് ഇപ്പോൾ CPM നേതൃത്വം ഉള്ളത്. ഇക്കാര്യവും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ PC ജോർജിന് സീറ്റ് നൽകുന്ന കാര്യത്തിലും ഇന്ന് LDF യോഗം ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് ഒരുക്കങ്ങളും ഇന്നത്തെ LDF യോഗത്തിൽ ചർച്ച ചെയ്യും. 2:30-ക്കാണ് LDF യോഗം ചേരുക. ഈ മാസം അവസാനത്തോടുകൂടി LDFന്റെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയും എന്നാണ് LDF നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സൗമ്യ, ദിനകരാണ് ആ വിവരങ്ങൾ നൽകിയത്.
കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ ഇന്ന് ദില്ലിയിൽ തുടങ്ങും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതി തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കാനായി AICC സ്ക്രീനിംഗ് സമിതി ഇന്ന് വൈകുന്നേരം യോഗം ചേരും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC അധ്യക്ഷൻ VM സുധീരൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കളാണ് ചർച്ചകൾക്കായി ദില്ലിയിലെത്തുന്നത്. തുടർച്ചയായി 4 തവണയിൽ കൂടുതൽ മത്സരിച്ചവരെ ഒഴിവാക്കുന്നതുൾപ്പെടെ സ്ഥാനാർത്ഥി നിർണയത്തിന് മാനദണ്ഡം വേണമെന്ന് സുധീരൻ ആവശ്യപ്പെടും. 82 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് സംസ്ഥാന നേതൃത്വം ഇന്ന് AICC സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കൈമാറുക. ഉമ്മൻചാണ്ടി മത്സരിക്കുന്ന പുതുപ്പള്ളി, രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന ഹരിപ്പാട് ഉൾപ്പെടെ 10 മണ്ഡലങ്ങളിൽ ഒഴികെ മറ്റെല്ലായിടത്തും ഒന്നിൽ കൂടുതൽ പേരുള്ള പാനലാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് സമിതി തയ്യാറാക്കിയിട്ടുള്ളത്. തുടർച്ചയായി 4 തവണയിൽ കൂടുതൽ മത്സരിച്ചവരെ ഒഴിവാക്കുക, ആരോപണ വിധേയരായ മന്ത്രിമാരെ മാറ്റി നിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ VM സുധീരൻ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുൻപാകെ വയ്ക്കും. സുധീരന്റെ നിലപാടുകൾക്കെതിരെ AI ഗ്രൂപ്പുകൾ ഒറ്റക്കെട്ടായി രംഗത്തുണ്ട്. വിജയസാധ്യതയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ മാനദണ്ഡമാക്കേണ്ടത് എന്ന നിലപാടായിരിക്കും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുന്നോട്ട് വയ്ക്കുന്നത്. സുധീരനെതിരെ AI ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിന് പരാതിയും നൽകിയിട്ടുണ്ട്. ഉറച്ച സീറ്റുകളിൽ പോലും ഒന്നിലധികം സ്ഥാനാർത്ഥികളെ നിർദ്ദേശിച്ച് സുധീരൻ പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു എന്നാണ് ഇവരുടെ പരാതി. സ്ക്രീനിംഗ് കമ്മിറ്റിയിലെ ചർച്ചകൾക്ക് ശേഷം ചുരുക്കപ്പട്ടിക സോണിയാഗാന്ധി അധ്യക്ഷയായ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിക്ക് കൈമാറും. കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിക്ക് ശേഷം വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. 63ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. ബാഹുബലി മികച്ച ചിത്രം, പീക്കുവിലെ അഭിനയത്തിന് അമിതാഭ് ബച്ചൻ മികച്ച നടനും, തനു വെഡ്സ് മനു റിട്ടേൺസിലെ അഭിനയത്തിന് കങ്കണ റണൌട്ട് മികച്ച നടിയുമായി. മികച്ച ബാലനടൻ ഗൗരവ് മേനോൻ, M ജയചന്ദ്രൻ സംഗീത സംവിധായകൻ, ജയസൂര്യയ്ക്ക് പ്രത്യേക ജൂറി പുരസ്കാരം. പത്തേമാരി മികച്ച മലയാള ചിത്രം. മലയാളത്തിന് 8 പുരസ്കാരങ്ങളാണുള്ളത്. M സന്തോഷ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. സന്തോഷ്, പുരസ്കാരത്തിന് പൊതുവായ വിവരങ്ങളും ഒപ്പം മലയാളത്തിൽ ലഭിച്ച നേട്ടങ്ങളും. സൗമ്യ, വാണിജ്യ ചിത്രങ്ങളും സമാന്തര ചിത്രങ്ങളും തമ്മിലുള്ള വിടവ് കുറഞ്ഞു വരുന്നു എന്ന മുഖവരിയോടുകൂടിയാണ് ജൂറി അവാർഡുകൾ പ്രഖ്യാപിച്ചത്. ഇത് ഈ അവാർഡ് നിർണയത്തിലും കൃത്യമായി പ്രതിഫലിച്ചു. കാരണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മുൻ വർഷങ്ങളിൽ പ്രാദേശിക ചിത്രങ്ങൾക്ക് മികച്ച പുരസ്കാരങ്ങൾ നേടിയെടുത്തിരുന്നെങ്കിൽ ഇത്തവണത്തെ അവാർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മിക്ക അവാർഡുകളും പ്രധാന അവാർഡുകളെല്ലാം തന്നെ വാരിക്കൂട്ടിയത് ബോളിവുഡ് ചിത്രങ്ങളാണ് എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഉള്ളത്. രാജമൗലി ഒരുക്കിയ ബ്രഹ്മാണ്ഡ ചിത്രം ബാഹുബലിക്കാണ് 63ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത്. അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച നടനായി അമിതാഭ് ബച്ചനെ, പിക്കു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അമിതാഭ് ബച്ചനെയും, തനു വെഡ്സ് മനു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിയായി കങ്കണ റാവത്തിനെയും തിരഞ്ഞെടുത്തു. മലയാളത്തിന് പ്രധാന പുരസ്കാരങ്ങളൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും 5 പുരസ്കാരങ്ങൾ മലയാളത്തിന് ലഭിച്ചു. അതിൽ മികച്ച നടൻ എന്നുള്ള പ്രത്യേക ജൂറിയുടെ പരാമർശം ജയസൂര്യക്കാണ് ലഭിച്ചത്. അതോടൊപ്പം തന്നെ സംഗീത സംവിധായകനായി M ജയചന്ദ്രൻ, മികച്ച പരിസ്ഥിതി ചിത്രം വലിയ ചിറകുള്ള പക്ഷികൾ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത ചിത്രമാണ്. അതോടൊപ്പം ബാലതാരമായി ബെൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഗൗരവ് മേനോനും തിരഞ്ഞെടുത്തു. ഏതായാലും ഈ അവാർഡ് നിർണയത്തിൽ ജൂറി വ്യക്തമാക്കിയ ഒരു കാര്യം, മികച്ച നടനു വേണ്ടിയുള്ള മത്സരത്തിൽ അവസാന ഘട്ടം വരെയും അല്ലെങ്കിൽ അവസാന നിമിഷം വരെയും ജയസൂര്യയുടെ പേരുണ്ടായിരുന്നു. എങ്കിൽ കൂടിയും ഈ ചിത്രത്തിലെ പികു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഏറ്റവും മികച്ച അഭിനയം കാഴ്ചവെച്ചത് കൊണ്ടാണ് അമിതാഭ് ബച്ചന് അവാർഡ് നൽകേണ്ടി വന്നത് എന്നാണ് വ്യക്തമാക്കിയത്. ഏതായാലും ഏറ്റവും പ്രധാനമായ ഒരു ശ്രദ്ധേയമായ കാര്യം ഇത് തന്നെയാണ്. മുൻവർഷങ്ങളിൽ അവാർഡുകൾ വാരിക്കൂട്ടിയിരുന്ന ബംഗാളി, മറാഠി ചിത്രങ്ങൾക്കൊന്നും ഇത്തവണ കാര്യമായ പ്രകടനം കാഴ്ചവെക്കാനായില്ല. ബോളിവുഡിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് ഈ 63ാമത് ദേശീയ അവാർഡ് ശ്രദ്ധേയമാകുന്നത്. സൗമ്യ, M സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. പുരസ്കാര നിറവിൽ ആഹ്ലാദ ചിത്രമാണ് മലയാളത്തിൽ നിന്നുള്ള സിനിമാ പ്രവർത്തകർ. പ്രതികരണങ്ങളിലേക്ക്. ഓരോ സ്വഭാവമാണ്. അപ്പം കേരളത്തിലെ ജൂറിക്ക് ഇതൊരു മികച്ച സിനിമയായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. ഇത് നാഷണൽ ലെവലിൽ സിനിമ അംഗീകരിക്കപ്പെട്ടു, അതിൻ്റെ സന്തോഷമുണ്ട്. എനിക്കറിഞ്ഞിടത്തോളം പിന്നെ സംസ്ഥാന അവാർഡിലും അവസാന റൗണ്ടിലും എല്ലാ കാറ്റഗറിയിലും, ഇപ്പം മികച്ച നടനാണെങ്കിലും മികച്ച സിനിമയാണെങ്കിലും മികച്ച സംവിധായകനാണെങ്കിലും മികച്ച തിരക്കഥയാണെങ്കിലും ഒക്കെ അവസാന റൗണ്ട് വരെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ജൂറിയിലുള്ള അംഗങ്ങളുടെ ഒരു സ്വഭാവം, പിന്നെ ആസ്വാദന സ്വഭാവം ഈ സിനിമയുടെ അവാർഡുകളെ ബാധിക്കും. ദേശീയ പുരസ്കാരം ലഭിച്ച എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. സംസ്ഥാന പുരസ്കാരങ്ങൾ പലതവണ ലഭിച്ചിട്ടുണ്ടെങ്കിലും ദേശീയ പുരസ്കാരം ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് ഒന്നിലധികം തവണ ഞാൻ ചെയ്ത ഡോക്യുമെൻ്ററികൾക്ക് ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെയും എൻ്റെ പേര് ആരും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയോ അല്ലെങ്കിൽ
മനഃപൂർവ്വമല്ലാതെ ചിലപ്പം തഴയപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി പറയാൻ ആരുമില്ലാതെ പോവുകയോ ഒക്കെ ചെയ്തതുകൊണ്ട് അങ്ങനെ മിസ് ചെയ്തതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്നത് പോലെ ഇപ്പോഴെങ്കിലും കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ വളരെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്. അപ്പം മലയാളത്തിന് നോൺ ഫീച്ചർ സെക്ഷനിൽ അങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ വളരെയധികം എനിക്ക് സന്തോഷമുണ്ട്. ഒപ്പം മലയാള ഭാഷയുടെയും നമ്മുടെ സിനിമയുടെയും ഒരു വലിയൊരു സംഭാവന ആ രംഗത്ത് നൽകിയ ആളുകൾക്ക് ലഭിച്ച പുരസ്കാരങ്ങളിലും എനിക്ക് സന്തോഷമുണ്ട്. അല്ല, അവാർഡ് കിട്ടിയതിൽ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ അംഗീകരിച്ചു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ടുള്ളൊരു ഫിലിമായിട്ടാണ് ഞാൻ സങ്കല്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അവനവൻ്റെ അമ്മയെ ഒന്നുകൂടി വീണ്ടും നോക്കാനും വേറൊരു രീതിയിൽ നോക്കാനും എല്ലാവരും പ്രേരിപ്പിക്കുന്ന ഒരു ചിത്രമായിട്ടാണ് ഞാൻ ഇത് കൺസീവ് ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ അത് ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടെന്നുള്ളത് അമ്മയുടെ ജീവിതത്തിൻ്റെ കരുത്തും പിന്നെ എൻ്റെ സിനിമയുടെ കരുത്തും കൂടിയായിട്ടാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഏതൊരു സിനിമയായാലും നമുക്ക് ചെയ്യുന്നതിന് അംഗീകാരം കിട്ടുമ്പോൾ അത് ബോക്സ് ഓഫീസിലായാലും അതിന് വേറൊരു തരത്തിലുള്ള ഒരു എൻജോയ്മെന്റ് ആണ്. അതേപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള പറഞ്ഞില്ലേ ഒരു പ്രോത്സാഹനങ്ങൾ കിട്ടുമ്പോൾ അതിന് വേറൊരു തരത്തിലുള്ള ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അതിന് വല്ലാത്തൊരു പ്രോത്സാഹനം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു പ്രോത്സാഹനമാണ്. അല്ല, എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിൽ കുറേ ദൈവാനുഗ്രഹിച്ച് കുറച്ച് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ബ്യൂട്ടിഫുൾ ആണെങ്കിലും ട്രിവാൻഡ്രം ലോഡ്ജ് ആണെങ്കിലും യുവന്റെ പുസ്തകമാണെങ്കിലും അപ്പോത്തിക്കിരി ആണെങ്കിലും ഇപ്പോൾ സുധിയിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു അതൊരു നമുക്ക് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത ഹൈദരാബാദ് സർവകലാശാല വിദ്യാർത്ഥികളുടെ ജാമ്യ ഹർജി കോടതി പരിഗണിക്കും. വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് തെലങ്കാന പോലീസ് ആവശ്യപ്പെടും. സർവകലാശാലയിൽ മാധ്യമ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥി പ്രതിഷേധം തുടരുന്നു. സർവകലാശാലയിൽ പട്ടിപ്പുമുടക്കിന് എസ്എഫ്ഐ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രതിഷേധം മുഖവിലക്കെടുക്കുന്നില്ല എന്നായിരുന്നു അരുൺ ജെയ്റ്റ്ലിയുടെ പ്രതികരണം. വൈകിട്ട് 3 മണിക്കാണ് പോലീസ് അറസ്റ്റ് ചെയ്ത 25 വിദ്യാർത്ഥികളുടെയും 2 അധ്യാപകരുടെയും ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്താണ് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടഞ്ഞു, ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നാരോപിച്ചാണ് പോലീസ് കേസ് ചുമത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് തെലങ്കാന പോലീസ് ആവശ്യപ്പെടും. ദളിത് വിദ്യാർത്ഥിയുടെ മരണത്തിന് ഉത്തരവാദിയായ അപ്പാ റാവു ചുമതല തിരികെ ഏൽക്കുന്നതിനെതിരെ പ്രതിഷേധമുയർത്തിയതിനാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തിരിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ അറിയിക്കും. പ്രതിഷേധങ്ങൾക്കൊടുവിൽ പോലീസ് സന്നാഹത്തെ സർവകലാശാലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിലും 100 കണക്കിന് പോലീസുകാരാണ് ഹൈദരാബാദ് സർവകലാശാലയ്ക്ക് സമീപത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. VC പ്രഖ്യാപിച്ച 4 ദിവസത്തെ അവധി ശനിയാഴ്ച അവസാനിച്ചിരുന്നു. ഇന്ന് സർവകലാശാലയിൽ SFI പഠിപ്പുമുടക്കിന് ആഹ്വാനം ചെയ്തു. VCയെ പുറത്താക്കിയില്ലെങ്കിൽ അഖിലേന്ത്യാ പഠിപ്പുമുടക്കിലേക്ക് കടക്കുമെന്ന് SFI അറിയിച്ചു. JNUവിൽ ഉൾപ്പെടെ രാജ്യത്തെ വിവിധ സർവകലാശാലകളിൽ സമരത്തിന് പിന്തുണ അറിയിച്ച് ഇന്ന് പ്രതിഷേധ റാലി നടക്കും. സർവകലാശാലയിൽ മാധ്യമ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. എന്നാൽ വിദ്യാർത്ഥി പ്രതിഷേധം മുഖവിലക്കെടുക്കുന്നില്ലെന്ന് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. ഒരു സംഘം ജിഹാദികൾ നടത്തുന്ന തീവ്ര ഇടതു പ്രവർത്തനമാണ് സർവകലാശാലയിൽ നടക്കുന്നതെന്നായിരുന്നു കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. BJP MPയുടെ തൊഴി സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നു. പോർബന്തറിൽ നിന്നുള്ള BJP MP വിത്തൽ രഥാദിയാണ് പൊതുചടങ്ങിനിടെ വൃദ്ധനെ കാൽകൊണ്ട് തൊഴിച്ചത്. ഒരാഴ്ചയ്ക്ക് മുമ്പായിരുന്നു സംഭവം. എന്നാൽ ചടങ്ങിൽ അന്ധവിശ്വാസ പ്രചരണത്തിനെത്തിയതാണ് തൊഴിക്കാൻ കാരണമെന്ന് MP ന്യായീകരിച്ചു. നേരത്തെ ഇതേ MP തന്നെ ടോൾ ബൂത്തിൽ കയറി സ്റ്റാഫിനെതിരെ തോക്ക് ചൂണ്ടുന്ന ദൃശ്യം വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഉത്തരാഖണ്ഡിൽ നിയമസഭ മരവിപ്പിച്ചതിനെതിരെ കോൺഗ്രസ് നിയമ നടപടിക്ക്. വിശ്വാസ വോട്ട് തേടാനിരിക്കെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിനെതിരെ കോൺഗ്രസ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയെ സമീപിക്കും. മുതിർന്ന അഭിഭാഷകരെ കോടതിയിൽ ഹാജരാക്കാനാണ് കോൺഗ്രസ് ശ്രമം. ജനാധിപത്യ ധ്വംസനമാണ് BJP നടപ്പാക്കിയതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. സോളാർ കമ്മീഷൻ മുമ്പാകെ സരിത ഇന്ന് ഹാജരായില്ല. കോയമ്പത്തൂർ കോടതിയിൽ ഹാജരാകേണ്ടതിനാലാണ് കമ്മീഷനിൽ വരാത്തതെന്നാണ് വിശദീകരണം നൽകിയത്. ഈ മാസം 30-ന് സരിത നിർബന്ധമായും ഹാജരാകണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ലാൻഡ് ഫോണിന്റെ കോൾ രേഖകൾ പരിശോധിക്കണമെന്നും സരിതയുടെ പേഴ്സണൽ ഡയറി ഹാജരാക്കാൻ നിർദ്ദേശിക്കണമെന്നും അടക്കമുള്ള പോലീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുടെ ഹർജികളും കമ്മീഷൻ 30-ന് പരിഗണിക്കും. ഇരിക്കൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ 35 വർഷമായി KC ജോസഫാണ് MLA.
എന്നും ഉയർന്നിരുന്ന ഇറക്കുമതി സ്ഥാനാർത്ഥി എന്ന ആരോപണത്തിന് പുറമെ വികസന മുരടിപ്പ്, യുവാക്കളുടെ വഴിമുടക്കി എന്നീ ആരോപണങ്ങൾ കൂടി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുമ്പോൾ കെ സി ജോസഫ് നേരിടുന്നുണ്ട്. 1982 കെ സി ജോസഫ് ആദ്യമായി ഇരിക്കൂർ മണ്ഡലത്തിൽ മത്സരത്തിനെത്തുന്നത്. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായി മണ്ഡലത്തിലെത്തിയ കെ സി ജോസഫ് അന്നു മുതലേ ഇറക്കുമതി സ്ഥാനാർത്ഥി എന്ന ആരോപണത്തിന് വിധേയനായിരുന്നു. പാർട്ടി ബലവും മറ്റ് തന്ത്രങ്ങളും പ്രയോഗിച്ച് പ്രചാരകരുടെ വായടപ്പിച്ച് കെ സി ജോസഫ് മണ്ഡലത്തിൽ 35 വർഷം MLA ആയി തുടർന്നു. ഏറ്റവും അവസാനം ഉമ്മൻചാണ്ടിയുടെ പിൻബലത്തിൽ തന്നെ മന്ത്രിയുമായി. മലയോര വികസന അതോറിറ്റി മുഖാന്തരം 350 കോടി രൂപയുടെ ഹാഡ പദ്ധതി ഇത്തവണ മണ്ഡലത്തിൽ നടപ്പിലാക്കിയെന്നാണ് അവകാശവാദം. ഒരു വികസനവും മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടില്ലെന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. ഇരിക്കൂർ മണ്ഡലത്തിൽ 7 പഞ്ചായത്താണുള്ളത്. അതിൽ ഇരിക്കൂർ പഞ്ചായത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം ഇന്നേ വരെ കെ സി ജോസഫ് MLA ചെയ്തിട്ടില്ല. MLA മാത്രമല്ല, കെ സി ജോസഫ് ജനങ്ങളുടെ ഇടയിൽ, ജനങ്ങളുടെ കണ്ണിലും ഒരു വികസന വകുപ്പ് മന്ത്രിയാണ്. പക്ഷേ ഇരിക്കൂർ പഞ്ചായത്ത് നിവാസികളുടെ മുന്നിൽ വികസന മുരടിപ്പ് മന്ത്രിയാണെന്ന് പറയാൻ ഇരിക്കൂറിലെ ജനങ്ങൾ ഉദ്ദേശിച്ചത്. മണ്ഡലത്തിൽ നിന്നുയരുന്ന ഈ പ്രതിഷേധം മൂലം ഇത്തവണ കെ സി ജോസഫ് എന്ന ഇറക്കുമതി സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ ഏറെ വിയർക്കും. ഇനി മത്സരിക്കാനില്ലെന്ന പ്രഖ്യാപനം പോലും കാറ്റിൽ പറത്തിയാണ് വീണ്ടും കെ സി ജോസഫ് സ്ഥാനാർത്ഥി കുപ്പായമിടുന്നത്. മന്ത്രിയുടെ കോലം കത്തിക്കാൻ പോലും മണ്ഡലത്തിൽ സ്വന്തം പാർട്ടി പ്രവർത്തകർ എത്തുന്നിടത്തായി അവസ്ഥ. നിങ്ങൾ വന്ന റോഡ് കണ്ടിട്ടുണ്ടാവും. ഈ റോഡ് 10-40 വർഷമായിട്ട് ഇതേ അവസ്ഥയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ അവഗണിക്കുന്നു? ഈ നാടിനെ എന്തിനാ അവഗണിക്കുന്നു? പിന്നെ എന്തിനാണ് ഇദ്ദേഹം ഇതേപോലെ വീണ്ടും ഇവിടെ തന്നെ കടിച്ചു നോക്കി നിൽക്കുന്നത്? കെ സുധാകരൻ, KPCC ജനറൽ സെക്രട്ടറിമാരായ സതീശൻ പാച്ചേനി, സജീവ് ജോസഫ് എന്നിവർ ഇരിക്കൂറിൽ മത്സരിക്കാൻ മുന്നോട്ട് വന്നെങ്കിലും ഉമ്മൻചാണ്ടി കെ സി ജോസഫ് കൂട്ടുകെട്ട് ഇവരെ വെട്ടിനിരത്തുകയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ വോട്ട് പോലും ചെയ്യാതെ സ്ഥാനാർത്ഥിയായി മാത്രം വന്ന് പിന്നീട് സന്ദർശകൻ മാത്രമാവുന്ന കെ സി ജോസഫിനെതിരെ ഇത്തവണ ലീഗിലും അമർഷമുയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രിമണ്ഡലം ഇനി മന്ത്രിക്കൊപ്പം നിൽക്കുമോ എന്ന ആശങ്കയും പൊതുവിൽ UDFൽ ഉയരുകയാണ്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കൊല്ലം ജില്ലയിൽ ഇത്തവണ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമാണ് കുന്നത്തൂർ നിയോജക മണ്ഡലം. RSP വിട്ട് പുതിയ പാർട്ടി രൂപീകരിച്ച കോവൂർ കുഞ്ഞുമോനായിരിക്കും LDFന് വേണ്ടി കുന്നത്തൂരിൽ മത്സരത്തിനിറങ്ങുക. കുഞ്ഞുമോന്റെ സഹോദരി പുത്രനായ കോവൂർ ഉല്ലാസിനെയാകും മണ്ഡലം നിലനിർത്താൻ RSP കളത്തിലിറക്കുക. ശാസ്താംകോട്ട തടാകത്തിൻ്റെ പ്രശ്നങ്ങൾ മാത്രമല്ല, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം മാത്രമല്ല, RSP രാഷ്ട്രീയവും കൂടി കുന്നത്തൂർ മണ്ഡലം ചർച്ച ചെയ്യും. MLA സ്ഥാനം രാജിവെക്കുകയും RSP വിടുകയും ചെയ്ത തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ആദ്യ രാഷ്ട്രീയ നീക്കം നടത്തിയാണ് കോവൂർ കുഞ്ഞുമോൻ ശ്രദ്ധേയനാകുന്നത്. RSP ലെനിസ്റ്റ് എന്ന പുതിയ പാർട്ടി രൂപീകരിച്ച് LDFലെത്തിയ കോവൂർ കുഞ്ഞുമോൻ തന്നെയാകും കുന്നത്തൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി. 15 വർഷമായി കുന്നത്തൂർ MLA ആയിരിക്കുന്ന കുഞ്ഞുമോന് സ്വന്തം പാർട്ടിയുമായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ തന്റെ വികസന നേട്ടങ്ങൾ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം RSPയുടെ രാഷ്ട്രീയ വഞ്ചനയും. കാരണം അഴിമതി നിറഞ്ഞ ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. എവിടെ തിരിഞ്ഞു നോക്കിയാലും അഴിമതിയുടെ കഥകൾ മാത്രം പറയാനുള്ള ഈ ഗവൺമെൻറ്റിനെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അഴിമതി മുന്നണിയിൽ പോയിട്ടുള്ള RSP ആ അഴിമതി കൂടാരത്തിൽ നിന്നും സ്ഥാനാർത്ഥികളെ നിർത്തുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരണം. കോവൂർ കുഞ്ഞുമോന്റെ അപ്രതീക്ഷിത രാഷ്ട്രീയ നീക്കത്തെ നേരിടാൻ കുഞ്ഞുമോന്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് RSP സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയിട്ടുള്ളത്. കുഞ്ഞുമോന്റെ സഹോദരി പുത്രനായ കോവൂർ ഉല്ലാസായിരിക്കും UDF സ്ഥാനാർത്ഥി. കുന്നത്തൂരിന്റെ കാര്യത്തിൽ ആത്മവിശ്വാസത്തിലാണ് RSPയും. അതേസമയം പാർട്ടിയിൽ വേണ്ടത്ര കൂടിയാലോചനകൾ നടത്താതെയാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതെന്ന് RSPയിലെ ഒരു വിഭാഗത്തിന് ആക്ഷേപവുമുണ്ട്. ആ പയ്യൻ ഗുണം പിടിക്കാൻ പോകുന്നില്ല, ഇത്രയേ ഉള്ളൂ കാര്യം. അതുകൊണ്ട് പാർട്ടിക്ക് ഒരു ക്ഷീണവുമില്ല. കുന്നത്തൂര് കുഞ്ഞുമോൻ ജയിക്കത്തില്ല. കുന്നത്തൂർ വീണ്ടും RSP ജയിക്കും, നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. മനസ്സിലായില്ലേ? RSPക്ക് ഒരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല. RSP സ്ഥിരമായി ജയിച്ചു പോരുന്ന കുന്നത്തൂരിൽ മുന്നണി മാറിയ ശേഷം നടന്ന കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 10 പഞ്ചായത്തുകളിലും LDF ഭരണത്തിലെത്തിയിരുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയമാണോ വലതുപക്ഷ രാഷ്ട്രീയമാണോ ജനങ്ങൾ സ്വീകരിക്കാൻ പോകുന്നതെന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് കുന്നത്തൂർ. കോവൂർ കുഞ്ഞുമോനും അദ്ദേഹത്തിന്റെ ബന്ധുവായിട്ടുള്ള ഉല്ലാസ് കോവൂരുമാണ് ഒരുപക്ഷെ ഇവിടെ ഏറ്റുമുട്ടുക. കുന്നത്തൂരിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നുവിനൊപ്പം രാജ്കുമാർ.